അതെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് സോഷ്യൽ കിച്ചണിലാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേര സമയം ഒരു 5 മണി 5:30. അപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് തനിയെ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ അവർ വിളിക്കും. അങ്ങനെ അജിത്തേട്ടൻ പോയി സംഭവം എടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, മസാല ദോശ. നമ്മൾ പൊടി മസാല ദോശയാണ് പറഞ്ഞത്. ആക്ച്വലി പൊടി മസാല ദോശ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് പൊടി മസാല ദോശ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അജിത്തേട്ടൻ കഴിച്ചു തുടങ്ങിയിട്ടോ. സാമ്പാറിലും ചമ്മന്തിയിലും മുക്കി അങ്ങ് വായിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഇനി എൻ്റെ ഊഴമാണ് ഗൈസ്. ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യമൊന്ന് പൊക്കി നോക്കി മസാല കണ്ടില്ല ഗൈസ്. അപ്പോൾ ഒരു ഇച്ചിരി മസാല ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി ക്വാണ്ടിറ്റി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസിലും വില കുറവാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിക്കുന്ന മസാല ദോശ ആണെങ്കിൽ പോലും നമുക്ക് 60 രൂപയാട്ടോ ഉള്ളത്. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നി. ബിക്കോസ് ഞാൻ എപ്പോഴും സാധാ നോർമൽ മസാല ദോശയാണ് കഴിക്കാറ്. ഇങ്ങനെ പൊടിയുടെ ഒന്നും മസാല ദോശ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വെറൈറ്റി ആയിട്ട് തോന്നി. എന്നാൽ പോലും എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ സാധാ നല്ല മസാല ദോശയാട്ടോ. അപ്പോൾ ഇവിടെ കുറേ അധികം ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ പിന്നെ പറയേണ്ടതില്ല, അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഈ ദോശയ്ക്ക് ഒരു ഇച്ചിരി കട്ടിയുണ്ട്, നല്ല മൊരിമൊരിയായിട്ടിരിക്കുന്നുണ്ട്. ദോശ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സാമ്പാറിൽ എനിക്ക് ഇച്ചിരി മധുരം തോന്നി. എനിക്ക് സാമ്പാർ അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അജിത്തേട്ടൻ്റെ ലാസ്റ്റ് ബൈറ്റ് കൊടുത്തു. അങ്ങനെ ഞാനും എൻ്റെ ലാസ്റ്റ് ബൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ പൂർത്തിയാവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് വേറെ എവിടെയല്ല, കടവന്ത്ര ഭാഗത്താണ്. അപ്പം ഓക്കെ, ബൈ.